ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇംഗ്ലീഷ് ഭാഷയുടെ ഫൗണ്ടേഷനാണ് ഇംഗ്ലീഷ് ഗ്രാമർ. ഗ്രാമറിൻ്റെ ഫൗണ്ടേഷനാണ് പാർട്സ് ഓഫ് സ്പീച്ച്. ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ നിരവധി വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ വിശദമായി നോക്കുന്നത് പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഭാഗമായ പ്രൊനൗൺ ആണ്. ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. നാമങ്ങൾക്ക് പകരമായി ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് സർവനാമങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നത് ആവർത്തനങ്ങൾ ഒഴിവാക്കാനും വാക്യത്തിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനും വേണ്ടിയാണ്. Pronouns are used in place of nouns to avoid repetition and make sentence less cumbersome. ഓരോ സർവനാമങ്ങളും എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. പേഴ്സണൽ പ്രൊനൗൺ നിർദ്ദിഷ്ട ആളുകളെയോ വസ്തുക്കളെയോ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഐ, യു, ഹി, ഷീ, ഇറ്റ്, ബി, ദേ ഇവയൊക്കെയാണ് പേഴ്സണൽ പ്രൊനൗൺ. ഉദാഹരണം, ഷീ ഈസ് മൈ സിസ്റ്റർ. പൊസസീവ് പ്രൊനൗൺ ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നു. മൈൻ, യുവേഴ്സ്, ഹിസ്, ഹേഴ്സ്, അവേഴ്സ്, ദേഴ്സ് ഇവയൊക്കെയാണ് പൊസസീവ് പ്രൊനൗൺ. ഉദാഹരണം, ദിസ് ബുക്ക് ഈസ് മൈൻ. ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ നിർദ്ദിഷ്ട ആളുകളെയോ സ്ഥലത്തെയോ വസ്തുക്കളെയോ ചൂണ്ടിക്കാണിക്കുന്നു. ദിസ്, ദാറ്റ്, ദീസ്, ദോസ് ഇവയൊക്കെയാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ. ഉദാഹരണം, ദിസ് ഈസ് മൈ കാർ. റിഫ്ലക്സീവ് പ്രൊനൗൺ വാക്യത്തിലെ കർത്താവ് സബ്ജക്റ്റിലേക്ക് തിരികെ പ്രതിഫലിപ്പിക്കുന്നു. മൈസെൽഫ്, യുവർസെൽഫ്, ഹിംസെൽഫ്, ഹെർസെൽഫ്, ഇറ്റ്സെൽഫ്, അവേഴ്സെൽഫ് ഇവയൊക്കെയാണ് റിഫ്ലക്സീവ് പ്രൊനൗൺ. ഉദാഹരണം, ഹി ഹർട്ട് ഹിംസെൽഫ്. റിലേറ്റീവ് പ്രൊനൗൺ സബോർഡിനേറ്റ് ക്ലോസിനെ മെയിൻ ക്ലോസുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഹൂ, ഹും, ഹൂസ്, വിച്ച് ഇവയൊക്കെയാണ് റിലേറ്റീവ് പ്രൊനൗൺ. ഉദാഹരണം, ദ മാൻ ഹൂ ഈസ് സ്റ്റാൻഡിങ് ഓവർ ദർ ഈസ് മൈ അങ്കിൾ. ഇൻറ്ററഗേറ്റീവ് പ്രൊനൗൺ ചോദിക്കുവാൻ ഉപയോഗിക്കുന്നു. ഹൂ, ഹൂം, ഹൂസ്, വിച്ച് ഇവയൊക്കെയാണ് ഇൻറ്ററഗേറ്റീവ് പ്രൊനൗൺ. ഉദാഹരണം, ഹൂസ് വാച്ച് ഈസ് ദിസ്. ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ നിർദ്ദിഷ്ടമല്ലാത്ത ആളുകളെയും വസ്തുക്കളെയും പരാമർശിക്കുന്നു. എവരിബഡി, എനിബഡി, സമ്മൺ, നോബഡി. ഉദാഹരണം, എവരിബഡി ലവ്സ് എ ഗുഡ് സ്റ്റോറി. റെസിപ്രോക്കൽ പ്രൊനൗൺ പരസ്പര പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു. ഈച്ച് അതർ, വൺ അനദർ ഒക്കെയാണ്. ഉദാഹരണം, ദേ ഹഗ്ഡ് ഈച്ച് അതർ. പ്രൊനൗൺ അഥവാ സർവനാമത്തെ പറ്റിയുള്ള ചില കാര്യങ്ങളാണ് വിശദീകരിച്ചത്. ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് സഹായകമാകും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.